കുറേ ദിവസമായിട്ട് നമ്മൾ വീഡിയോസ് ഒന്നും ഇടുന്നില്ല. 2 ചാനലിലും കുറേ പേര് ചോദിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. എന്താ വീഡിയോ ഇടാത്തെ? മടി പിടിച്ചോ? എന്താ വ്ളോഗൊന്നും കാണാത്തേന്നൊക്കെ ചോദിച്ചിട്ട്. നമ്മളെ കുടുംബത്തിൽ ഏട്ടൻ്റെ മാമൻ്റെ മോളെ കല്യാണ തിരക്കിലായി പോയതാണേ. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് റോസ്മേരി ചേച്ചി കുറേ തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. കമൻറ്റിൽ വന്നിട്ട് വീഡിയോ വെയിറ്റിംഗ് ആണെന്ന്. ഇതിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് 2 കേക്കിൻ്റെ ഓർഡറാണ്. ഒന്ന് ഹേർട്ട് ഷേപ്പിലുള്ളൊരു 1 kg വൈറ്റ് ഫോറസ്റ്റ് കേക്കും ഒന്ന് റൗണ്ട് ഷേപ്പിലുള്ള 1 kg വാഞ്ചോ കേക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് 23-നും 24-നുമാണ് ഈ 2 കേക്ക് വേണ്ടത്. അപ്പോൾ രണ്ടും ഓർഡർ ചെയ്തിട്ടുള്ളത് ഒരാൾ തന്നെയാണേ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നമുക്ക് വാഞ്ചോ കേക്കിൽ വനില സ്പഞ്ച് വേണമല്ലോ. അപ്പോൾ 1.5 കിലോൻ്റെ ബാറ്റർ അടിച്ചു. എന്നിട്ട് ഈ ഒരു ഹാർട്ട് ഷേപ്പിൻ്റെ മോൾഡിലേക്ക് നമ്മൾ 1 kg കേക്കിനനുസരിച്ച് ബാറ്റർ ഒഴിച്ചു കൊടുത്തു. പിന്നെ ഒരു 8 ഇഞ്ചിൻ്റെ ടിന്നിലേക്ക് നമ്മളൊരു 1/2 kg കേക്കിൻ്റെ കണക്കാക്കിയിട്ടുള്ള ബാറ്ററും ഒഴിച്ചു കൊടുത്തു. അങ്ങനെയാകുമ്പോൾ പിന്നെ നമുക്ക് ബ്ലാക്ക് സ്പഞ്ച് മാത്രം ഉണ്ടാക്കിയാൽ മതിയല്ലോ. ഇതൊന്നിച്ച് നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു വീഡിയോ ആണ് ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ അവരോടായിട്ട് പറയുകയാണേ, നമ്മൾ ഈ ഒരു കേക്ക് ഒരുവിധം എല്ലാ കേക്കിൻ്റെയും സ്പഞ്ച് ഉണ്ടാക്കുന്നത് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ചേർക്കാത്ത റെസിപ്പിയാണ്. അത് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ട്യൂട്ടോറിയൽ പോലെ തന്നെ ചാനലിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെക്ക് ചെയ്താൽ മതി കേട്ടോ. ഞാൻ അവിടെ കൊടുത്തേക്കാം. നല്ല റെസിപ്പിയാണ്. ആദ്യം നിങ്ങൾക്ക് തോന്നും ഇതിൽ നടക്കൂലേ, ബേക്കിംഗ് സോഡ വേണ്ടേ, പൗഡർ വേണ്ടേ എന്നൊക്കെ. പക്ഷേ ചെയ്ത് നോക്കിയാലാണ് അതിൻ്റെ മാജിക് മനസ്സിലാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ലിങ്കിൽ പോയിട്ട് റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം കേട്ടോ. ഇത് ഞാനിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ എന്താ പറയുക, നമ്മൾ ആ ചെയ്യുന്നൊരു വ്ളോഗ് പോലെ കാണിക്കുന്നേ ഉള്ളൂ. റെസിപ്പി ഡീറ്റെയിൽസ് ഒന്നും ഞാനിതിൽ കൊടുത്തിട്ടില്ല. നമ്മളിവിടെ 7 ഇഞ്ചിൻ്റെ ഹാർട്ട് ഷേപ്പിൻ്റെ മോൾഡും 8 ഇഞ്ചിൻ്റെ റൗണ്ട് ഷേപ്പുമാണ് എടുത്തിട്ടുള്ളത്. 1 kg ബാറ്റർ നമ്മൾ 1 kg കണക്കാക്കിയിട്ടുള്ള ബാറ്റർ നമ്മൾ ആ ഒരു ഹാർട്ട് ഷേപ്പിലും 1/2 kg കണക്കാക്കിയിട്ടുള്ള ബാറ്റർ നമ്മൾ 8 ഇഞ്ചിൻ്റെ റൗണ്ട് ഷേപ്പിലും ഒഴിച്ചിട്ടുണ്ട്. ഈ ടാപ്പിംഗ് എന്ന് പറയുന്നത് എന്നെ ഒരു ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞിരുന്നു. അവർ പ്രൊഫഷണലായിട്ട് പഠിച്ചതാണ് ബേക്കിംഗ് ഒക്കെ. അപ്പോൾ ഇങ്ങനെ ടാപ്പ് ചെയ്യണമെന്ന് നിർബന്ധം പറയരുത്. 30 തവണ ടാപ്പ് ചെയ്യണമെന്നൊന്നും യാതൊരു നിർബന്ധവും ഇല്ല. ആകപ്പാടെ 2 തവണ ഒന്ന് തട്ടിക്കൊടുത്താൽ മതി എന്നുള്ളത്. പക്ഷേ എനിക്കിതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. ഞാൻ എനിക്ക് ചെയ്ത് കിട്ടുന്ന റിസൾട്ടാണ് ഇവിടെ പറയുന്നത്. അവരത് പറഞ്ഞതിന് ശേഷം 2 തവണ ടാപ്പ് ചെയ്ത് വെക്കുന്ന സമയത്ത് എനിക്ക് കേക്ക് അത്രത്തോളം നല്ല ടെക്സ്ചറിൽ കിട്ടുന്നില്ല. എനിക്ക് ഈ ഒരു മിനിമം 30 തവണയെങ്കിലും ഈ ഒരു റെസിപ്പി കേട്ടോ, മറ്റ് റെസിപ്പീൻ്റെ കാര്യം എനിക്കറിയില്ല. ഈ ഒരു ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ചേർക്കാത്ത റെസിപ്പി നമ്മൾ മിനിമം ഒരു 30 തവണയെങ്കിലും നല്ല രീതിക്ക് അടിയിലൊരു ക്ലോത്തോ ബുക്കോ എന്തെങ്കിലും വെച്ചതിന് ശേഷം ടാപ്പ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ നല്ല റിസൾട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് തന്നെ ഈ സ്പഞ്ച് കണ്ടില്ലേ, അവിടെ എവിടെയെങ്കിലും ഒരു ഹോളോ കാര്യങ്ങളോ ഒന്നുമില്ല, എയർ ബബിൾസ് ഒന്നുമില്ല. അത് അടിപൊളിയായിട്ടാണ് സ്പഞ്ച് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്നാണ് കാര്യം പറയുന്നത്. ഞാനിതൊന്നും പഠിച്ചിട്ടില്ല കേട്ടോ, ആദ്യമേ പറയട്ടെ. അപ്പോൾ നമ്മൾ ഈ ഒരു ഹാർട്ട് ഷേപ്പിലെ 1 kg കേക്ക് 4 ലെയറായിട്ടാണ് കട്ട് ചെയ്തത്. നമ്മൾ ചെയ്യുന്ന എല്ലാ 1 kg റെസിപ്പിയും ഒരു ഹൈറ്റ് 4 ലെയറോളം കട്ട് ചെയ്യാൻ പാകത്തിന് കിട്ടാറുണ്ട്. പക്ഷേ എപ്പോഴും നമുക്ക് ഈ ഒരു 4 ലെയർ ആവശ്യമായിട്ട് വരുന്നില്ല. അത് ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. ഇതിപ്പോൾ ഞാനിവിടെ മിൽക്ക് സിറപ്പാണ് ഒഴിച്ചിരിക്കുന്നത്. വെള്ളം ചേർക്കാത്ത പാല് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് മധുരം നോക്കി ചേർക്കുന്നേ ഉള്ളൂ. അതിന് പ്രത്യേകിച്ച് റേഷ്യോ കാര്യങ്ങളൊന്നും ഞാനിവിടെ പറയുന്നില്ല. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് മധുരം ഉണ്ടെന്ന് തോന്നുന്ന വരെ മിൽക്ക് മെയ്ഡ് ചേർത്തിട്ടുള്ള പാലാണ് വെറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തത്. ഇനി നമ്മൾ ക്രീം ഇട്ടിരിക്കുന്നത് റിച്ച് ഗോൾഡിൻ്റെ ക്രീമാണ് കേട്ടോ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത്. അതും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു കാര്യം വിട്ടുപോയി, നമ്മൾ സ്പഞ്ച് വെറ്റ് ചെയ്തതിന് ശേഷം അതിന് മുകളിൽ കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ക്രീം ഇട്ടതിന് ശേഷം വീണ്ടും റിപ്പീറ്റ് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഞാൻ കേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് മുമ്പത്തെ വീഡിയോസിലൊക്കെ അത് പറയാനും കാണിക്കാനും ഒക്കെ വിട്ടുപോയിട്ടുണ്ട്. അതും കൂടെ ഒന്ന് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണിച്ചു എന്നേ ഉള്ളൂ. അതിന് ശേഷം നമ്മൾ ചോക്കോ ചിപ്സ് ആഡ് ചെയ്യാം. പക്ഷേ എനിക്ക് അതിനേക്കാൾ കൂടുതൽ ഇഷ്ടം കോമ്പൗണ്ട് ചോക്ലേറ്റ് ഇതുപോലെ പീൽ ചെയ്തിടൂലേ, ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് ഇതുപോലെ കട്ട് ചെയ്തിടൂലേ, അതാവുന്ന സമയത്ത് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ട് പിന്നെ ഞാൻ ഈ ഐസിങ്ങിൻ്റെ വീഡിയോ അതും ഒരു ട്യൂട്ടോറിയൽ പോലെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം എത്രയോ വർഷമായിട്ട് ബേക്കിംഗ് ചെയ്യുന്നുണ്ടെങ്കിലും ആ വീഡിയോ കണ്ടതിന് ശേഷമാണ് പെർഫെക്റ്റ് ആയിട്ട് ഐസിങ് ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് മെസ്സേജ് അയക്കുകയും കോൾ ചെയ്യുകയൊക്കെ ചെയ്തു കേട്ടോ. അതുകൊണ്ട് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കും കൂടെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നമ്മളില്ലേ ഐസിങ് ചെയ്യുന്ന സമയത്ത് ഓരോ ലെയർ വയ്ക്കുമ്പോഴും ഫിനിഷ് ചെയ്ത് പോവുക. എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനൊരു ലെയർ വെച്ചു, ക്രീം ഇട്ടു,
അപ്പം തന്നെ അതിൻ്റെ സൈഡ് ഭാഗം ആ ഒരു ഷേപ്പ് തന്നെ കറക്റ്റ് ചെയ്യുക. അത് റൗണ്ട് ആണെങ്കിലും സ്ക്വയർ ആണെങ്കിലും ഹേർട്ട് ഷേപ്പ് ആണെങ്കിലും ഒക്കെ തന്നെ അപ്പം തന്നെ അത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്രംസ് അധികം വരില്ല. ഒന്നാമത് നമുക്ക് ഈ ഒരു റെസിപ്പിയിൽ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഇല്ലാത്ത റെസിപ്പിയിൽ ക്രംസ് പുറത്തേക്ക് വരുന്ന ഒരു വിഷയം ഇല്ല കേട്ടോ. ക്രംസ് ആ ക്രം കോട്ടിങ് പലർക്കും അതാണ് പ്രശ്നം. നമുക്ക് ഈ ഒരു ക്രംസ് ഇങ്ങനെ പുറമെ കാണുന്നുണ്ട് ഐസിങ് ചെയ്യുമ്പോൾ എന്നുള്ള ഈ ഒരു റെസിപ്പി നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു പ്രശ്നം ഒരു എന്താ പറയുക 90% നിങ്ങൾക്ക് പരിഹരിക്കപ്പെടുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതേപോലെ നമ്മൾ ഈ ഒരു കേക്ക് ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് പിന്നെ വീണ്ടും എടുത്തിട്ട് ഫൈനൽ കോട്ട് ചെയ്ത് അങ്ങനെയല്ല നമ്മൾ ഒരിക്കലും കേക്ക് ചെയ്യുന്നത്. എല്ലാം കൂടെ ഒറ്റ ട്രിപ്പിൽ തീരുവാണ്. ക്രം കോട്ടും ഫൈനൽ കോട്ടും ഒക്കെ ഒറ്റയടിക്ക്. അതിനാണ് ഞാനിങ്ങനെ അത് കണ്ടോ രണ്ടാമതൊരു സ്പഞ്ച് വെച്ചതിന് ശേഷം വീണ്ടും ഒരു സ്പാച്ചുല വെച്ചിട്ട് അതിനെ ഒന്നിങ്ങനെ സൈഡ് ക്ലിയർ ആക്കി കൊടുക്കുന്നുണ്ട്. ഓരോ ലെയർ വെക്കും തോറും നമ്മളതിങ്ങനെ ക്ലിയർ ആക്കി പോയി കഴിയുമ്പോൾ ആ ഷേപ്പ് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്പഞ്ച് ഇത്തിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങിയതൊന്നും മനസ്സിലാവില്ല. സൈഡിൽ ക്രീം ഇങ്ങനെ എന്താ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന സമയത്ത് ഇതൊക്കെ നമ്മൾ ഇതിൻ്റെ ഇങ്ങനത്തെ ട്രിക്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കണ്ടു നോക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്പാച്ചുല യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെയുള്ള A to Z കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ടേ. ഇനിയിപ്പോൾ ഉണ്ടല്ലോ ഞാൻ ഈ മൂന്നാമത്തെ ലെയർ വെച്ചപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ വെയിറ്റ് നോക്കും. എന്നിട്ടത് 1000 അല്ലെങ്കിൽ 1000 ഗ്രാം അങ്ങനെ 1 കിലോൻ്റെ അടുത്ത് അതാ കണ്ടോ 1 കിലോയിലധികം ഉണ്ട്. ഇപ്പം തന്നെ 1,200 ഉണ്ട് നമ്മളെ കേക്ക്. ഇനിയിപ്പോൾ ആ ഒരു നാലാമത്തെ ലെയറും കൂടെ വെച്ച് കഴിഞ്ഞാൽ 1.5 കിലോന് മേലോട്ട് പോകും. അതുകൊണ്ട് ആ ഒരു ലാസ്റ്റത്തെ ലെയർ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇതുണ്ടല്ലോ റെക്കോർഡാണെന്ന് വിചാരിച്ച് ഫോൺ വെച്ച് പോയതാണ്, പക്ഷേ റെക്കോർഡായില്ല, ഫോൺ എന്നെ പറ്റിച്ച്. അപ്പോൾ ഇത് ബട്ടർ പേപ്പർ ഇതുപോലെ ചുരുട്ടി പിടിച്ചിട്ട് ഈ ഒരു ഐസിങ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കുത്തി കൊടുത്തതാണ് കേട്ടോ. അപ്പോഴാണ് ഈ ഒരു പാറ്റേൺ വന്നത്. ഈ ഒരു പാറ്റേൺ എനിക്ക് ഇഷ്ടമാണ്. അതുപോലെ ഇനി അടുത്തത് നമ്മൾ കുറച്ച് ക്രീം മാത്രം മാറ്റിയെടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിൽ. അതിൽ റെഡ് കളർ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ അതിന് മുകളിൽ ഇതുപോലത്തെ ഒരു എന്താ പറയുക ട്രയാങ്കിൾ ഷേപ്പിലുള്ള സ്പാച്ചുല കിട്ടുമല്ലോ, നൈഫാണോ എന്താ പറയുക അത് കിട്ടുമല്ലോ. അത് വെച്ചിട്ട് നമ്മളിതുപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുകയാണ്. ഒരു ലീഫിൻ്റെ ആ ഒരു ലീഫല്ല പൂവാണല്ലേ സോറി കേട്ടോ. ഫ്ലവറിൻ്റെ ആ ഒരു ലീഫും ഫ്ലവറൊന്നും തിരിയുന്നില്ല. അങ്ങനെ ആക്കി കൊടുക്കുകയാണേ. ഇതുപോലെ വെച്ച് പ്രസ് ചെയ്തിട്ടൊന്ന് ജസ്റ്റ് വലിച്ചു കൊടുക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ഇതുപോലെയുള്ള പിന്നെ നൈഫ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അറ്റം കൂർത്ത കത്തിയൊക്കെ ഉണ്ടാവില്ലേ, കത്തി വെച്ച് അമർത്തി കൊടുക്കണ്ട കേട്ടോ, കേക്ക് അങ്ങ് പൊളിഞ്ഞു പോവും. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. അപ്പോഴാണ് എനിക്ക് ഈ ഒരു ഡിസൈൻ കിട്ടിയത്. ഡിസൈനൊക്കെ എങ്ങനെ വേണമെന്നൊക്കെ കസ്റ്റമർ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ, കളറടക്കം. എന്നിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ കസ്റ്റമർ പറഞ്ഞ വർക്ക് കഴിഞ്ഞു കേട്ടോ ശരിക്കും പറഞ്ഞാൽ. പക്ഷേ എനിക്കെന്തോ ഒരു പോരായിക അങ്ങനെയാണല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ഒരു അരഞ്ഞാണം കെട്ടിക്കൊടുക്കാൻ. അപ്പോൾ ഒരു റെഡ് റിബൺ വെച്ചിട്ട് ഇതുപോലെ ഒരു അരഞ്ഞാണം കൂടെ വെച്ച് കൊടുത്തു. പിന്നെ പേരും വെച്ച് കൊടുത്തു. പേരെവിടെ വെക്കണം എന്ന് എപ്പോഴും കൺഫ്യൂഷനാണ്. അപ്പോൾ ഞാൻ എന്തായാലും കേക്ക് ബോർഡിൽ വെച്ചു. ഫസ്റ്റത്തെ കേക്ക് ഫിനിഷായി. സോറി, നമ്മളെ അവസാനത്തെ സ്വാഹ മറന്നുപോയി. കുറച്ച് ഷുഗർ ബോൾസും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ വാഞ്ചോ കേക്കിലേക്ക് കിടക്കുകയാണ്. നേരത്തെ നമ്മൾ 1/2 kg സ്പഞ്ച് വാനില ഉണ്ടാക്കി വെച്ചല്ലോ. പിന്നീട് ഞാൻ പിറ്റേ ദിവസം ഒരു 1/2 kg ചോക്ലേറ്റ് സ്പഞ്ചും കൂടെ 8 ഇഞ്ചിൽ തന്നെ ബേക്ക് ചെയ്തെടുത്തു കേട്ടോ. അതിനുശേഷം ഫ്രോസ്റ്റിംഗ് ഒക്കെ അടിച്ച് വിട്ട് കാണിക്കുകയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് വാഞ്ചോ കേക്കിൻ്റെ റെസിപ്പിയൊക്കെ നമ്മൾ കുറേ വീഡിയോ ഇട്ടിട്ടുണ്ട് ഓൾറെഡി. അതുകൊണ്ട് അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചേർത്ത് ഫില്ലിങ്സ് എന്താ കൊടുത്തതെന്നൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഇത് ഞാൻ 3 ലെയർ വെച്ച് നോക്കുമ്പോഴത്തേക്കും 983 എങ്ങാണ്ടും ഉണ്ട് കേട്ടോ ഗ്രാം. അപ്പോൾ പിന്നെ ഇനി 4ാമത്തെ ലെയർ വെച്ച് കഴിഞ്ഞാൽ 1 kg കടന്നു പോകും. ഇനിയിപ്പോൾ ഫൈനൽ കോട്ട് ചെയ്യുമ്പോഴത്തേക്കും എല്ലാ വർക്കും കഴിയുമ്പോഴത്തേക്കും കേക്ക് 1,100 സംതിങ് ആയിരുന്നു കേട്ടോ. ഇനി ഇത് ഒരു സിംഗറിന് പാട്ടുകാരിക്ക് വേണ്ടിയിട്ടുള്ളൊരു കേക്കാണ്. ആ രീതിക്ക് ഡിസൈൻ ചെയ്ത് തരണമെന്ന് കസ്റ്റമർ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം ആലോചിച്ച് ഇതൊക്കെ പ്രിൻ്റ് എടുത്ത് വെക്കാം. പിന്നെ ഞാനൊരു ചിത്രകാരിയാണ്. അപ്പോൾ ഇനി ഇങ്ങനെ ഞാൻ ചിത്രം വരയ്ക്കുന്ന സ്ഥിതിക്ക് ഞാനത് പ്രിൻ്റ് എടുക്കാമെന്ന് പറയുന്നത് എൻ്റെ അഭിമാനം, അത് ആലോചിക്കണമല്ലോ. അങ്ങനെ ഞാൻ വിചാരിച്ചില്ല, ഞാൻ വിട്ടുകൊടുക്കൂല, വരച്ചെടുക്കാമെന്ന്. പക്ഷേ നമ്മൾ പേപ്പറിൽ പെന്നുകൊണ്ട് വരയ്ക്കുന്ന എളുപ്പത്തിലൊന്നും ഇത് നടക്കില്ല. ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ക്രീം എടുത്തിട്ട് അതിനകത്തോട്ട് കറുപ്പ് കളറ് ഏതാണ് പാപ്പിലോണിൻ്റെ ബ്ലാക്കാണ് കേട്ടോ യൂസ് ചെയ്ത് അത് മിക്സ് ചെയ്ത് കൊടുത്ത് പൈപ്പിംഗ് ബാഗിലാക്കി.
പൈപ്പിംഗ് ബാഗ് അറ്റം കട്ട് ചെയ്യാണ്ട് തന്നെ കയ്യിലിട്ട് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുത്തു പരസ്പരം. കയ്യിൻ്റെ ചൂടുകൊണ്ട് ആ ക്രീം ഒന്ന് ലൂസായി. അതിനുശേഷം വരച്ചു കൊടുത്ത ചിത്രങ്ങളാണ് കേട്ടോ അത് കാണുന്നത്. പക്ഷേ പറഞ്ഞോണൊന്നും കേട്ടില്ല, കുറേ അനുസരണക്കേടൊക്കെ കാണിച്ചെങ്കിലും ഒരുവിധം എനിക്ക് ഒപ്പിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ 23-നും 24-നും കൊടുത്ത 2 കേക്കുകൾ. അടുത്ത കേക്കിൻ്റെ വ്ളോഗായിട്ട് പെട്ടെന്ന് വരാം കേട്ടോ. അതൊരു അടിപൊളി കേക്കാണ്. 2 കേക്ക് വെച്ചിട്ട് നമ്മൾ റെയിൻബോ വെച്ച് ഇങ്ങനെ ജോയിൻ ചെയ്യിക്കുന്ന ട്വിൻസിൻ്റെ ബർത്ത്ഡേൻ്റെ കേക്ക് ഉണ്ടല്ലോ, അതാണ് നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാ ഇതിന് മുകളിൽ സ്വാഹ മറന്നിട്ടില്ല, ഷുഗർ ബോൾസൊക്കെ ഇട്ട് കൊടുത്തു. കമൻറ്റ് ചെയ്യാൻ മറക്കല്ല കേട്ടോ, ഞാൻ അതും കാത്ത് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്.